നമുക്ക് പ്രിയദർശൻ സാറിനെ പറ്റി സംസാരിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അദ്ദേഹത്തെ പറ്റി. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീമിൽ എപ്പോഴും 21 തൊട്ടിട്ട് 25 വയസ്സ് വരെയുള്ള ഒരാളെയെങ്കിലും അദ്ദേഹം വെക്കും. സോ ദാറ്റ് ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്താ ചിന്തിക്കുന്നത്, എന്താ കാണുന്നത്, എന്താ കേൾക്കുന്നത്, എന്താ ഇൻഫ്ലുവൻസ് ആവുന്നതെന്ന് അറിയാൻ. അത് സത്യമാണോ? ചെറുപ്പക്കാര് ഉണ്ടാവാറുണ്ട്. ഈ ഏജ് പരിപാടികളെ കുറിച്ചിട്ട് എനിക്ക് 25 വയസ്സൊന്നുമല്ല, 30 വയസ്സുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിലൊരു താല്പര്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അപ്പം വായനയിലും എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ കൂടുതൽ വായനയും ഒക്കെ അത്യാവശ്യം പുസ്തകം വായിക്കുന്ന ആളാണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ സാർ കൺസേൺഡ് ആണ്. ഡിസ്കഷനിലൊക്കെ സാർ നമ്മളുടെ ഒരു അഭിപ്രായത്തെ കുറിച്ചൊക്കെ സാർ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണ്ട അദ്ദേഹത്തിന് സിനിമ ചെയ്യാനോ, പക്ഷെ നമ്മുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അദ്ദേഹം നമ്മളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്, നമ്മൾ എത്രമാത്രം ഗൗരവമുള്ളവരാണെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പോഴും എനിക്ക് നേരിട്ടുള്ള അനുഭവങ്ങളാണ്. ഇപ്പോഴും നമ്മളൊരു പുതിയ ഒരു ഇൻഫർമേഷൻ, ഏതെങ്കിലും പുതിയ കാര്യം, പുസ്തകത്തെക്കുറിച്ചോ ഏതെങ്കിലും പുതിയൊരു സംഭവത്തെക്കുറിച്ചോ ഒരുപക്ഷെ അദ്ദേഹം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സന്ദർഭവശാൽ പറയുമല്ലോ. അപ്പൊ അതിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു താല്പര്യം, ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നത്, അതില് കണ്ണിമ വെട്ടാതെ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കും. ഇങ്ങനെ കണ്ണ് ചിമ്മൽ പോലും ഇല്ലാതെ മുഴുവനായും കേട്ടിരുന്നിട്ട് ഒരു ബ്രീത്തൊക്കെ എടുത്ത് അത് മുഴുവൻ അങ്ങ് എടുക്കും എന്നായിരിക്കും നമ്മൾ. എന്നിട്ട് അദ്ദേഹം അത് മനസ്സിൽ കിടക്കും. എപ്പോഴെങ്കിലും അത് പിന്നീട് ഒരുപക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ നാളെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ തന്നെ അതുപോലെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ ഇപ്പോഴും ഏറ്റവും പുതിയ ടെക്നോളജി, സൗണ്ട് ഡിസൈനിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏറ്റവും പുതിയ എക്യുപ്മെന്റ്സും ഏറ്റവും പുതിയ ടെക്നോളജിയും എവിടെയുണ്ടെന്ന് വെച്ചാൽ പ്രിയൻ സാറിന്റെ 4 ഫ്രെയിംസിലുണ്ട്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, ഇഫ് യു ജസ്റ്റ് നെയിം ഇറ്റ്, അദ്ദേഹത്തിന്റെ കയ്യിലതുണ്ട്. അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിയാം. ലൈറ്റ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ലൈറ്റ്സ് ഉണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ എക്യുപ്മെന്റ്സ് ഉണ്ട്, ലെൻസസ് ഉണ്ട്. അത് ഇനി ഏതെങ്കിലും ഒരു ലെൻസിങ് സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അത് നാളെയോ മറ്റന്നാളോ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ്, ഇപ്പം അത് എന്നോട് നേരിട്ടല്ല, ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. സന്തോഷ് ശിവനെ പോലുള്ള ആൾക്കാരുടെ അവരൊരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അടുത്തിങ്ങനെ നിൽക്കാറുണ്ട്. ഞാൻ അവിടെയൊക്കെ പോയി അടുത്ത് പോയി നിൽക്കും. അപ്പൊ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഇതിനെ കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ഡിസ്കഷൻ. അതിന് എവിടെയാണെന്നൊന്നുമില്ല, ഏത് കാട്ടിൽ നിന്നാലും ഏത് റോഡിന്റെ നാട്ടുവഴിയിൽ നിന്നാലും റോഡിൽ നിന്നാലും അവരതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സന്തോഷ് ശിവനും പ്രിയദർശനും സംസാരിച്ചു നോക്കുമ്പോൾ ഞാൻ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു എസ്തെറ്റിക്സ് ഒക്കെ മാറിയിട്ട് ടെക്നോളജി ആണല്ലോ, ഇതെല്ലാം സാങ്കേതികമായ മറ്റു പല സപ്പോർട്ടുകളുടെയും ഒപ്പമാണ് ഈ സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അപ്ഡേറ്റ് ചെയ്താൽ ആണ് എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ബോധം അവർക്കുണ്ട്. നമുക്കും വേണ്ട അതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറുപ്പക്കാര് എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളിയാണ്. അവരുടെ പ്രായത്തെക്കുറിച്ചും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കലി, ഇപ്പൊ നമ്മൾ ഓടിയെത്തുന്ന പോലെ ഒരിടത്തേക്ക് ഓടിയെത്താൻ പറ്റില്ല. ഇപ്പൊ മട്ടാഞ്ചേരിയിലെ കഥ എന്ന് പ്രിയൻ സാർ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന പോലെ ഈസി അല്ല. എനിക്കും വിഷ്ണുവിനും അടുത്ത വണ്ടി പിടിച്ച് മട്ടാഞ്ചേരി പോവാം, അവർക്കും പോകാൻ വയ്യാന്നല്ല, പക്ഷെ മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. അപ്പം ഞാൻ മട്ടാഞ്ചേരി എക്സാമ്പിൾ പറഞ്ഞു. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ അവർ അവെയറാണ്. ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ലോകം നമുക്കും അല്ല. അപ്പം എന്റെ മോൻ എന്തിനാണ് അങ്ങോട്ടൊക്കെ പോണത്, എന്റെ മോൻ ഇപ്പം 18 വയസ്സായി. അവൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാവുന്നില്ല. ഞാൻ അവരുടെ ഭാഷ പോലും ഒരു 5 വർഷം കൂടുമ്പോൾ മനസ്സിലാവാതെ. സ്നാക്ക് എന്ന് പറഞ്ഞപ്പോ എനിക്കിത് പുതിയ അറിവായിരുന്നു. ഞാൻ ഇവിടെ ഒരു ഇൻഫ്ലുവൻസർ വന്നു സാർ. അപ്പൊ അദ്ദേഹം പറയുന്നത് ആള് നല്ലൊരു മനുഷ്യനാണ്, പുള്ളി ഭയങ്കര ഡബ്ല്യു എനിക്ക് കണക്ട് ആവുന്നില്ല. പുള്ളി ഭയങ്കര ഡബ്ല്യു ആണെന്ന് വെച്ചാൽ എന്താണ്, പുള്ളി ഭയങ്കര ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒരു കോളേജ് സമയത്ത് ഒരു ചമ്മിപ്പോയി എന്നുള്ളൊരു അർത്ഥത്തിലൊക്കെ ഡബ്ല്യു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഡബ്ല്യു, പക്ഷെ ഇപ്പം ഭയങ്കര അല്ല, ഡബ്ല്യു അല്ലു, ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ കുറേയും കൂടി ശ്രദ്ധയോടുകൂടി ആ കോൺവെർസേഷൻ മൊത്തം കേൾക്കും. ഞാൻ ടീമിന്റെ ഭാഗമായിട്ട്, ക്യാമറ ടീമിന്റെ ഭാഗമായിട്ട് പറയുന്നപ്പോഴൊക്കെയാണ് എനിക്കത് മനസ്സിലായത്. ഈ ഡബ്ല്യു എന്ന് വെച്ചാൽ അവർ ഇത് ഇങ്ങനെ കാണിക്കുക, ആക്ച്വലി അത് ഇങ്ങനെ കാണിക്കുക, കൈൻഡ് ഓഫ് ഡബ്ല്യു എന്ന് വെച്ചാൽ വിന്നിങ്, നല്ലൊരാൾ വെച്ചാൽ പോസിറ്റീവ് വൈബുള്ള ഒരാൾ, എൽ എന്ന് വെച്ചാൽ ലൂസർ, നമ്മുടെ വൈബിന് ചേരാത്ത ആള്, അല്ലെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ആൾ എന്നൊക്കെ പറയില്ലേ, അവിടേക്കൊക്കെ എത്തി. എന്ത് രസമുണ്ടല്ലേ, എത്ര എളുപ്പമാണ് കാര്യങ്ങള് ഇങ്ങനെ കാണിച്ചാൽ. അതെ 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 അതെ. അപ്പൊ
നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കഥകളി മുദ്രയൊക്കെയാണ്. അല്ല, പുതിയ മുദ്രകൾ ഉണ്ടായി പറയാം. ഹസ്തലക്ഷണ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. മറ്റൊരു കാര്യം, പ്രേം സാറ് ടോം ആൻഡ് ജെറി സ്ഥിരമായിട്ട് കണ്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും കഴിയാവുന്നതും അദ്ദേഹം ഒരു ദിവസം ഒരു സിനിമ കാണാൻ ശ്രമിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ എത്ര ശരി? എനിക്ക് അല്ല, ടോം ആൻഡ് ജെറിയെ കുറിച്ചിട്ട് എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഞാൻ ടോം ആൻഡ് ജെറിയുടെ ആളാണെന്ന്. കഴിഞ്ഞിടയ്ക്കും ശ്രീനിയേട്ടനെ കുറിച്ചിട്ടും സംസാരിക്കുന്ന മറ്റേ ലിറ്റററി ഫസ്റ്റിന്റെ സമയത്ത് സാറ് പറഞ്ഞില്ലേ ഞാൻ ടോം ആൻഡ് ജെറിയുടെ ആളാണെന്ന് പറഞ്ഞു. എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടെല്ലാവരോടും. അസിസ്റ്റൻസിനോട് സാറ് പറയാം ടോം ആൻഡ് ജെറി. പിന്നെ സാറിന്റെ സിനിമകൾ ആ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു, മോട്ടോർ തമ വളറിയയും ഒക്കെ കാണുമ്പോഴും, അല്ലെങ്കിൽ പിന്നീടുള്ള തമാശ സിനിമകളിലൊക്കെ നമുക്ക് ആരല്ല, ഇവൻ വെട്ടം സിനിമയിലെ ക്ലൈമാക്സിൽ പോലും നമുക്ക് ബോയിങ്ങിലൊക്കെ കാണാം. ഞാൻ വെട്ടം ഇങ്ങോട്ടെത്തിയ സിനിമ, അതിൽ പോലും ഹംഗാമയിലും ഒക്കെ നമ്മൾ ഇതിന്റെയൊക്കെ പല പാറ്റേണുകളും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ സംശയിക്കാനില്ല. ഹ്യൂമറിന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവൈൽ ചെയ്യാൻ ഇന്നത്തെ സൗകര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം. നമ്മൾ 80കളിലാണ് പ്രിൻസ് സാറിനെ പോലെയും സിബി സാറിനെ പോലുള്ള ആൾക്കാർ സിനിമകൾ ചെയ്യുന്നത്. അന്ന് എവിടുന്നാണ് ഒരു ഇന്റർനാഷണൽ ഫിലിം അല്ലെങ്കിൽ നാഷണൽ ഫിലിം മറ്റൊരു ഭാഷയിലെ സിനിമ പോലും കാണണമെങ്കിൽ ഇല്ല. അപ്പൊ അവർക്ക് അകപ്പാടെ സംഘടിപ്പിക്കാവുന്നത് ഇതുപോലെ വീഡിയോ കാസറ്റുകളോ അല്ലെങ്കിൽ അന്നത്തെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള, പിന്നെ ഒരു പ്രായമൊക്കെ ആണല്ലോ, ഫൺ പരിപാടികളും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ആണല്ലോ. എത്രയോ ഹ്യൂമർ പറയുന്നതാണ്. അപ്പൊ ഹ്യൂമർ എത്രയോ തമാശകൾ പറഞ്ഞ് ഇപ്പോഴും നമ്മൾ അവര് പറഞ്ഞു വെച്ചിട്ടുള്ള തമാശകളിലാണ് പുതിയ തമാശകൾ എന്താണെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. പൊതുവെ ജീവിതത്തിൽ തന്നെ തമാശകളുടെ ഇക്വേഷൻസ് ഒക്കെ മാറി. പുതിയ പ്രിൻസാറിന്റെ തമാശകൾ ഇപ്പോഴും വാലിഡാ. ഞാൻ പടക്കളം കണ്ടോണ്ടിരിക്കുമ്പോ അതിനകത്ത് ഒരു സീക്വൻസ് ഉണ്ട്, പടം കണ്ടാണോ? അതില് ഈ ലാബ് പവർ ഓഫ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇത് നടക്കുന്നില്ല, ഫ്യൂസ് കറക്റ്റ് കിട്ടുന്നില്ല, അപ്പുറത്ത് മറ്റേ സാഫ് ബോയ് ചെയ്യുന്ന ക്യാരക്ടറിന് കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് സന്ദീപ് ഇതാവുന്നു. കുറച്ച് നേരം കഴിയുമ്പോ സന്ദീപ് പറയുന്നുണ്ട് പറ്റിലേക്ക് കളഞ്ഞിട്ട് പോടെ ചെയ്യുന്നത്. അത് വന്തരത്തിലുള്ള സാധനമാണ്. അത് ഭയങ്കര രസമായിരുന്നു. അല്ല, നമ്മളല്ലാതെയും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വന്ദനത്തിനായി അതിന്റെ ബ്രാൻഡ് വന്ദനം കൊണ്ടുപോയി എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, പച്ചയായിട്ടുള്ള മനുഷ്യരുടെ എക്സ്പ്രഷൻസ് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു പണി. അത് കഷ്ടപ്പാടിന്റെ അകത്തുനിന്നുണ്ടാവുന്ന തമാശകളായിരുന്നു. എനിക്കൊന്നും അവരും ആ സമയത്ത് തോന്നുന്നല്ല, ആ സ്ട്രഗിളിന്റെ കാലത്തെ കുറിച്ച് വളരെ അങ്ങനെയൊന്നും അവർ പറയാറില്ല. വല്ലപ്പോഴും ഒക്കെ ചെറുതായിട്ട് ലീക്ക് ഔട്ട് ചെയ്യും. അന്ന് ഞങ്ങളിങ്ങനെ എന്നൊക്കെ പറയും സ്വാമീസ് ലോഡ്ജിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ലീക്ക് ആകുമ്പോഴാണ് നമുക്ക് കിട്ടുക. അല്ലാണ്ട് അവർ കഷ്ടപ്പാടിന്റെ കഥകളൊന്നും പറയാറില്ല. ബിക്കോസ് അവർക്ക് ഉറപ്പുണ്ട് ആ കഷ്ടപ്പാട് കാലത്താണ് അവരുടെ ഏറ്റവും നല്ല സൃഷ്ടികൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പെയിനിൽ നിന്നുള്ള ഏറ്റവും നല്ല ഹ്യൂമർ ഉണ്ടാവാം. അപ്പൊ അവരതിൽ വിശ്വസിച്ചിരുന്നു. പിന്നെ ഈ പറയുന്ന സിനിമ കാണല്, നിറയെ പുസ്തകങ്ങൾ. സാറിന്റെ അച്ഛൻ സാറിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച്, അതെ സാറിന്റെ അച്ഛൻ ഇപ്പം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്നെക്കാളൊക്കെ പറയാൻ പറ്റുന്ന ആൾക്കാരെ ഉള്ളൂ ഇവിടെ. വളരെ സീനിയർ ആയിട്ടുള്ള ധാരാളം വളരെ അടുത്തറിയാവുന്നതാണ്. എനിക്ക് അത്രയൊന്നും സാർ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. സാറിന്റെ അച്ഛൻ ലൈബ്രറിയൻ ആയിരുന്നു. അപ്പം കുട്ടിക്കാലം മുതൽ ധാരാളം പുസ്തകം, ഈ സെക്കൻഡ്സ് വരുമല്ലോ, കോംപ്ലിമെന്ററി കോപ്പി വരും ലൈബ്രറിയിൽ. അപ്പം അതിലൊരു കോപ്പി മിക്കപ്പോഴും സാറിന്റെ വീട്ടിലേക്ക് എത്തും. അപ്പം കുട്ടിക്കാലം മുതൽ വായന ഒരു വലിയ ശീലമായിരുന്നു. ആ കാലഘട്ടത്തിൽ 80കളുടെ അവസാനം വരെയൊക്കെയുള്ള ഏറെക്കുറെ എല്ലാ മലയാള സാഹിത്യ സൃഷ്ടികളും സാർ വായിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടും വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടും ആഴത്തിലൊക്കെ സാർ സംസാരിക്കാറുണ്ട്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പം സിനിമയും മറ്റ് കൂടെയുള്ള ആൾക്കാർ ചെയ്യുന്ന സിനിമകളും പിന്നെ ബാക്കി സിനിമകളും പിന്നെ ഈ ഒന്നും ലെജൻഡുകളായിരുന്നില്ല അന്ന് ഇവരുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്നവരെ. ശ്രീനിയേട്ടൻ ഒരാൾ തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത് അങ്ങനെ ഒരു സിനിമാക്കാരനില്ലല്ലോ. ശ്രീനിവാസൻ ഒരൊറ്റ ബ്രാൻഡല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ അതുപോലെ സത്യനികേട്ട് സാറ് ഈ എൻ്റെ അറിവിൽ അന്നത്തെ മലയാളത്തിലെ ഏറെക്കുറെ എല്ലാ സാഹിത്യകാരന്മാരുമായിട്ടും ഇവർ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അപ്പൊ നേരിട്ട് അവരെ സിനിമയിലുള്ളവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കാണുന്നില്ലെങ്കിലും ഇപ്പം സാർ എപ്പോഴും പറയുന്ന ഒരു പുസ്തകമാണ് ഉമ്മാച്ചു. അപ്പൊ ഉറൂബിന്റെ ഒപ്പം സാറ് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരയില്ല. അതുപോലെ VK-നെയും ആ കാലഘട്ടത്തിലുള്ള പ്രഗത്ഭരായിട്ടുള്ള പല എഴുത്തുകാരെയും, സഞ്ജയൻ അവരെയൊക്കെ, അതെ MP പോളിനെയും ഒക്കെ ബഷീറിനെയും ഒക്കെ അന്നത്തെ കാലത്ത് വളരെ കൃത്യമായി വായിച്ചിരുന്നു. ആനന്ദിന്റെ പുസ്തകങ്ങളെ കുറിച്ച് ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. ONV സാറിന്റെ കവിതകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ദെൻ MT മുഴുവനായും വായിച്ച് അരച്ചിലേക്ക് കുടിച്ചിരിക്കുകയാണത്. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബലം. ഓരോ കാലഘട്ടത്തിലും വായനയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. പുസ്തകങ്ങൾ ധാരാളം വായിക്കണം.
അതാണ് ഒരാളുടെ വിസ്ഡം ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ഷോർട്ട് കട്ട്. ഒരു 300 ഷൂട്ടപ്പ് ഒരാളുടെ ജീവിതം മുഴുവൻ ഒരു 300 പേജ് ബുക്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കുമ്പോൾ നമ്മൾ ആ മുഖം കൊനിച്ചിട്ട് മുഖം നമ്മൾ നിവർക്കുമ്പോൾ നമ്മൾ വേറെ ഒരാളായിട്ട് അതെ അതെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിക്കുന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്.